ഇതിലും വലിയ സന്തോഷം ഇനിയുമ്പൊക്കെ എന്താ വേണ്ടേ? ഇത് നിങ്ങൾ അറിയണം. അറിയാത്തവരിലേക്കൊന്ന് ഷെയറും ചെയ്യണം. അഭിമാനമാണ്. എന്ത് പറയുന്നു? ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമേളാണ്. പിന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഞാനിതിലെങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്നിങ്ങോട്ട് വന്നു നോക്കിയത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നും കുറച്ച് പെൺകുട്ടികൾ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അതും സംസ്ഥാന തലത്തിൽ. എന്താണെന്നല്ലേ, ഒരൊന്നൊന്നര മത്സരമായിരുന്നു കേട്ടോ. ആ മത്സരത്തിൽ വിജയിച്ച് അജാനബഹു കപ്പും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ എന്താ പറയുക, ഒരു ആഹ്ലാദം വേറെ ലെവലാണ്. അഭിമാനം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റാണ്. കാരണം സംസ്ഥാന തലത്തിലാണ് മത്സരിച്ച് കണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്, ഒന്നാം സ്ഥാനം അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് വിഷയം എന്നൊക്കെ നിങ്ങളോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഏത് സ്കൂളാണെന്ന് കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളുടെ നാട്ടിലെ സ്കൂളാണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പണി ചെയ്യാം, അങ്ങോട്ട് പോകാം. ഇത് കണ്ടില്ല നിങ്ങൾ, ഒരു ഒന്നൊന്നര നേട്ടവുമായിട്ടാണ് ഈ കപ്പ് കണ്ടില്ലേ, സ്വർണ്ണ തിളക്കത്തോട് കൂടി അല്ലേ മാഷേ? ഈ അവസരത്തിൽ എന്താ പറയാനുള്ള മാഷേ? സന്തോഷമുണ്ട്. നമ്മൾ 23ാമത് ചാമ്പ്യൻസ്, അത് മലപ്പുറം ജില്ലയിലെ ചുണക്കുട്ടികളാണ്. പല സ്കൂളുകളിലെ കുട്ടികളുണ്ട്, പിന്നെ തെയ്യാറ സ്കൂളിലെ കുട്ടികളുണ്ട്, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളുണ്ട്, പിന്നെ വണ്ടൂരിലുള്ള കുട്ടികളുണ്ട്, പിന്നെ കാത്തലിക്കേറ്റ് സ്കൂൾ പോത്തുകല്ലുള്ള കുട്ടികളുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവർക്കും കൂടെ അഭിമാനമായിട്ടാണ് ഈ കപ്പ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതല്ലേ, അത് ശരി. അപ്പം മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എന്നും സ്കൂൾ ജീവിതത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു അല്ലേ, ഒരു അഭിമാനകരമായ നേട്ടമാണ് നിങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകം ഇതിന് പരിശീലനം കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്താ പേര്? ജിഷ്ണു. എവിടെ വീട്? ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി ആണ് അല്ലേ? എത്ര ദിവസത്തെ പരിശീലനം ഉണ്ടായിരുന്നു സാറേ? 5 ദിവസം കൊണ്ടാണ് ഇവർ ഇത്രയും മെച്ചപ്പെട്ടത് അല്ലേ? പിന്നെ ഇവർ മാഷ എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്കൂളിലെ മാഷാണ്. ആണല്ലോ അല്ലേ? അത് ശരി. മാഷയുടെ ഒരു നേതൃത്വം വലുതാണ്. ഉണ്ട്, കുട്ടികളുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. മലപ്പുറത്ത് നിന്ന് വിവിധ സ്ഥലങ്ങളിലെ കുട്ടികളാണുള്ളത്. എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷത്തെയും ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെയായിരുന്നു. ആണോ? ഇത് 2ാം തവണയാണ്. മോളൂന് എന്താ ഒരു സ്പെഷ്യൽ സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ? ആർക്കാണത്? ഇങ്ങോട്ട് വന്ന എന്താ മോളു സ്പെഷ്യൽ നേട്ടം നേടിയിരിക്കുകയാണ്? എന്താ മോളു, എന്താണത്? ബെസ്റ്റ് ആണോ? പൊളി, അടിപൊളി കേട്ടാ. ഇതുപോലെയുള്ള എല്ലാ നേട്ടങ്ങളും നേടട്ടെ. മോള് ബെസ്റ്റ് ആണോ? ഈ പൊളിയായിട്ടുണ്ട് കേട്ടോ മക്കളെ. എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും അറിയപ്പെടട്ടെ. മോള് 2 വാക്ക് ഈ അവസരത്തിൽ എന്ത് പറയുന്നു? നന്നായിട്ട് എഫേർട്ട് എടുത്തു. കോച്ചസിനും അതിനായിട്ട് എഫേർട്ട് എടുത്ത എല്ലാവർക്കും, എല്ലാ സ്കൂളിലെയും ഓരോ സ്കൂളിൽ നിന്നാണ്, പല സ്കൂളുകളിൽ നിന്നാണ്. ആ സ്കൂളുകളെല്ലാം കൂടെ ഒരുമിച്ച് നല്ല കുട്ടികളായപ്പോഴാണ് മലപ്പുറം ജില്ലയിൽ കപ്പടിക്കാൻ സാധിച്ചത്. ഇനി ഒരുപാട് ഉയരങ്ങളിലോട്ട് മലപ്പുറം ജില്ല കൂടുതൽ റിസൾട്ടിലോട്ട് വരട്ടെ എന്ന് ആശംസിച്ചു. തീർച്ചയായിട്ടും 23ാമത് സംസ്ഥാന ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പാണ് 3 ദിവസങ്ങളിലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്നത്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ ആൺകുട്ടികളുടെ മത്സരങ്ങളും തൊട്ടപ്പുറത്ത് ഗവൺമെൻറ് മോഡൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഗേൾസിൻ്റെ പെൺകുട്ടികളുടെ മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ 3 ദിവസമായിട്ടായി 13 ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ കായിക താരങ്ങൾ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായിട്ട് ഒരു 400-നടുത്ത് കായിക താരങ്ങൾ 3 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും വിജയികളായി. ഏകദേശം 30-നടുത്ത് ഒഫീഷ്യൽസ്, അതുപോലെ 50-നടുത്ത് സംഘാടകർ എല്ലാവരും കൂടി വളരെ വിജയകരമായിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകമായിട്ട് കുറച്ച് പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭാഗം ഡയറക്ടർ സക്കീർ സാറ് അവരുടെ അകമഴിഞ്ഞ സഹായം ഈ സ്റ്റേഡിയം തന്നിട്ടും മറ്റു കാര്യങ്ങളിലായിട്ടും, അതുപോലെ നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ, സംസ്ഥാന ബേസ്ബോൾ അസോസിയേഷന് ഇവരെല്ലാം കൂടി നമ്മളോട് കൂടെ നിന്നതുകൊണ്ടേ ഫലമാണ് ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് വിജയകരമായിട്ട് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ ടീച്ചറെ? അല്ലേ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മക്കൾ എല്ലാവരും നേരിട്ട് കാണാൻ സാധിച്ചതിൽ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവരും ടാറ്റ.